നമസ്കാരം, ഞാൻ ദിനേശാണ്. കഴിഞ്ഞ ദിവസം അഡീനിയത്തിൻ്റെ 1.5 മാസം കൊണ്ട് പൂക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു മാജിക് ഫെർട്ടിലൈസർ ഒന്നല്ല കേട്ടോ. അതിൻ്റെ ആ സമയക്രമം നിങ്ങളോടൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു തീർക്കുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുക, റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ വീഡിയോ വീണ്ടും കാണുക. നമ്മളൊരു സ്പ്രെയർ ഉണ്ട്, നമ്മുടെ കയ്യിലൊരു സ്പ്രെയർ ഉണ്ട്. 1 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ സ്പ്രെയർ എടുക്കുക. പിന്നെ ഉള്ള ഫസ്റ്റ് വളം നിങ്ങൾക്ക് കാണുന്നതാണ് നമ്മുടെ യൂറിയ, നൈട്രജൻ വളം, എന്ന് പറയുന്ന വളം, നൈട്രജൻ വളം ഉണ്ട്. പിന്നെ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞൊരു വളമുണ്ട്. പിന്നെ സാധാരണ പൊട്ടാഷ് ഉണ്ട്. പിന്നെ 13, 27, 27 എന്ന് പറയുന്ന ഗ്രീൻ കെയറിൻ്റെ വളമുണ്ട്. ഇനി നിങ്ങൾ ഒരു ചെടിക്ക് എന്താണ് നല്ല ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം ഞാൻ എൻ്റെ നഴ്സറിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് പറയാം. ഒന്നുകിൽ പ്രൂൺ ചെയ്യുക. 15 ദിവസം മുന്നേ പ്രൂൺ ചെയ്ത ചെടിയുമേ പ്രയോഗിക്കേണ്ട വളമാണ് കേട്ടോ. 15 ദിവസം മുന്നേ പ്രൂൺ ചെയ്ത ചെടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ മുന്നിലിരിക്കണതെന്ന് നിങ്ങൾ വിചാരിക്കുക. അല്ലെങ്കിൽ പ്രൂൺ ചെയ്യാത്ത നിങ്ങളെ ചെടി. ഇപ്പോൾ നമ്മളെ ആവശ്യം ഇപ്പോൾ ഉള്ള ചെടിയത്തെ കേടായ ഇലകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞു, എല്ലാം ഒന്ന് വൃത്തിയാക്കി. പ്രൂൺ ചെയ്യണമെങ്കിൽ 15 ദിവസം മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇന്ന് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ പ്രൂൺ ചെയ്ത് കവറൊക്കെ ഇട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ഈ വളപ്രയോഗം മതി കേട്ടോ. അങ്ങനെയുള്ള നന്നായി ഫ്ലവർ ചെയ്യാൻ വേണ്ട നിലവിലുള്ള വലിയ ചെടി, സെറ്റായ, ഇപ്പോൾ റീപോർട്ട് ചെയ്ത ചെടിയല്ല കേട്ടോ, നിങ്ങളുടെ ചട്ടിയിൽ നിലവിൽ നിൽക്കുന്ന നല്ല ചെടി ഉണ്ടായിരിക്കും. ഗ്രോത്തുള്ള ആ ചെടിയുടെ കേടുള്ള ഇലകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട പണിയാണ്, നമ്മളെ യൂറിയ 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ മതി. 2 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ യൂറിയ എടുത്തിട്ട് നന്നായി കലക്കിയതിൻ്റെ ശേഷം നമ്മളെ ചെടികൾക്ക് രാവിലെ സമയത്ത് നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടികൾക്ക് NPK വളങ്ങൾ വേണം. എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് കായിക വളർച്ചയ്ക്കും ഇലകൾ ഉണ്ടാവാനും നല്ല ഉഷാറായിട്ട് നിൽക്കാനും വേണ്ട ഒരു വളമാണ് N. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നൈട്രജൻ വളമായ യൂറിയ മാത്രം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. ആ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി അത് ഇല വഴിയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത്. കുറച്ച് കടക്കിലൊക്കെ വീഴും. ചെടി അതൊന്ന് എടുത്തിട്ട് ഒന്ന് എനർജറ്റിക് ആവും. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു ട്രിപ്പ് കൂടി യൂറിയ കൊടുക്കുക. ആദ്യത്തെ ട്രിപ്പിൽ ഒരു യൂറിയ കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് 5 ദിവസം കഴിഞ്ഞ് ഒരു തവണ കൂടി യൂറിയ കൊടുക്കുക. ഇപ്പോൾ 1-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതി ഒരു തവണ യൂറിയ സ്പ്രേ ചെയ്തു. ഇനി 5-ാം തീയതി ഒരു തവണയും കൂടി എല്ലാ ചെടികൾക്കും യൂറിയ കൊടുക്കുക. ചെടി ഇതൊക്കെ വലിച്ചൊന്ന് ഉഷാറായി നിൽക്കുകയാണ്. ഇനി 5-ാം തീയതിക്ക്, അപ്പോൾ രണ്ടാമത്തെ ഇതായി 5-ാം തീയതി. ഇനി 10-ാം തീയതി കൊടുക്കേണ്ട വളമാണ് പറഞ്ഞത് നമ്മുടെ DAP എന്ന് പറഞ്ഞ സാധനം, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. N ചെടിയുടെ വളർച്ചയ്ക്കാണെന്ന് പറഞ്ഞു. P എന്ന് പറഞ്ഞത് ചെടിയുടെ വേര് പടലങ്ങൾ ദൃഢമാവുന്നതിനും നന്നായി ആരോഗ്യം കിട്ടി ചെടിക്ക് ആഹാരം വലിച്ച് ചെടിയും കായും പൂവൊക്കെ ഉണ്ടാവാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഫോസ്ഫേറ്റ് വളം, P. ഈ ഫോസ്ഫേറ്റ് വളം കൂടിയ ഒരു സാധനമാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതിൽ നൈട്രജനും ഉണ്ട്, ചെടി വളരാൻ വേണ്ട നൈട്രജനും ഉണ്ട്. ചെടിക്ക് ധാരാളം വേരുപടലങ്ങൾ ഉണ്ടായിട്ട് ആഹാരം വലിച്ചെടുത്ത് കരുത്ത് കിട്ടാനുള്ള ഫോസ്ഫേറ്റ് വളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്നൊരു 1/4 സ്പൂണ് DAP എടുക്കുക. എന്നിട്ട് നിങ്ങളെ ചെടി രാവിലെ സമയത്തൊന്നും നനയ്ക്കുക. ഓവർ വാട്ടറിങ് അല്ല, ലൈറ്റായിട്ട് ആ മണ്ണ് നനയുന്ന തരത്തിൽ ഒന്ന് വെള്ളം നനയ്ക്കുക. ആ നനച്ചതിന് ശേഷം ഒരു 1/4 സ്പൂണ് DAP എടുത്തിട്ട് ചെടിയുടെ അരികിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങളെപ്പോഴും 1/4 സ്പൂണ് ഞാൻ പറയാൻ കാരണം അത്ര ഓവറായിട്ട് കഴിഞ്ഞാൽ ചെടി കേടുവരണ്ട. അടുത്ത തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ 10-ാം തീയതിയായ ഒരു 1/4 സ്പൂണ് DAP ചെടികൾക്ക്. DAP ആ തരിയൊക്കെ കാണാം, 2 കളറൊക്കെ ആയിട്ട് മിക്സ് ചെയ്യണ ഇതാണ്. ഇതിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പും കൂടി, ഇപ്പോൾ 10-ാം തീയതിയായി, 15-ാം തീയതി ആയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പും കൂടി ഒന്ന് DAP ഇട്ട് കൊടുക്കുക. അപ്പോൾ 1-ാം തീയതി യൂറിയ, 5-ാം തീയതി യൂറിയ, 10-ാം തീയതി DAP, 15-ാം തീയതി DAP. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചെടിക്ക് അപ്പോൾ നല്ലൊരു കരുത്തൊക്കെ വന്നു, പുതിയ മുകുളങ്ങളൊക്കെ വരാൻ തുടങ്ങി, നല്ല ഉഷാറായി ഇങ്ങനെ വരിക. ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കുക. ഈ 10 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കുന്നത് വീട്ടിലുള്ള ചെടികളാണെങ്കിൽ നമുക്ക് ഈ 10 ദിവസത്തെ ഗ്യാപ്പ് കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ വീട്ടിലുള്ള ചെടികളുടെ കാര്യം പറഞ്ഞു, നഴ്സറി പർപ്പസ് അല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ചെടികളാണെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞു. ഇപ്പോൾ 15-ാം തീയതി കഴിഞ്ഞു, 25-ാം തീയതി. 25-ാം തീയതി ആയാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്നുകിൽ സാധാരണ പൊട്ടാഷ് ഒരു 1/2 സ്പൂണ് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട്, 1/2 സ്പൂണ് മതി, പിന്നെ ഡോസ് വേണമെങ്കിൽ കൂട്ടാം, 1/2 സ്പൂണ് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം കടക്കിലും കൊടുക്കാം. എങ്ങനെ? 15-ാം തീയതി കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞ് 25-ാം തീയതി പൊട്ടാഷ് വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു തവണയും കൂടി പൊട്ടാഷ് കൊടുക്കാം. ഇത് ഓരോ ഓപ്ഷനാണ്. ഇനി അല്ല, ഈ പൊട്ടാഷ് അല്ല നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ചാൽ ഗ്രീൻ കെയറിൻ്റെ 13, 27, 27 എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ പൊട്ടാഷ് ചെടികൾക്ക് പൂവും കായും ഉണ്ടാവാൻ, അപ്പോൾ നമുക്കിവിടെ പൂവാണ് വേണ്ടത്. അപ്പോൾ പൊട്ടാഷ് പെർസെൻറ്റേജ് കൂടിയ 13, 27, 27 എന്ന് പറയുന്ന ഈ ഗ്രീൻ കെയർ വളം ഇതേപോലെ 5 ദിവസത്തെ ഇടവേളകളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഒന്നുകിൽ ഇത് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ
സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞ ഒരു വളമുണ്ട്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഈ വളം നിങ്ങൾക്ക് എടുത്തിട്ട് ഇത് ഇതേപോലെ ഒരു 1/4 സ്പൂൺ 1 ലിറ്ററിലേക്ക് മതി. 1/4 സ്പൂൺ വളം എടുത്തിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എടുത്തിട്ട് ഇതിൽ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊട്ടാഷ്, അതായത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക. അപ്പോൾ ഈ 3 വളവും പറഞ്ഞു ഫസ്റ്റ് ട്രിപ്പിൽ. അപ്പോൾ 1 മാസം നമ്മൾ ചെണ്ടുമല്ലിക്ക് ചെയ്ത പോലെ ആദ്യത്തെ കുറച്ച് ദിവസം യൂറിയ, പിന്നെ തൊട്ട് DAP കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെച്ചാൽ പൊട്ടാഷ് വളം. ഈ പൊട്ടാഷ് വളം അടുപ്പിച്ച് 3 ട്രിപ്പ് കൊടുക്കുക. ഈ 3 ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് പൊട്ടാഷ് കൊടുക്കരുത് കേട്ടോ. പിന്നെ കണ്ടിന്യൂസ് പൊട്ടാഷ് കൊടുത്താൽ ചെടിയുടെ അഗ്രമുകുളങ്ങളൊക്കെ എല്ലാം മുരടിക്കും. പൂവിൻ്റെ മുട്ടും അതേപോലെ മുകുളങ്ങൾ വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം മുരടിച്ച് മൂപ്പ് ഓവറാവും. അപ്പോൾ നിങ്ങൾ അടുപ്പിച്ച് പൂവുണ്ടാവും, അടുപ്പിച്ച് പൊട്ടാഷ് 3 തവണ 5 ദിവസം ഇടവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ യൂറിയ പോലത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഗ്രീൻ കെയറിൻ്റെ 30-10-10 പറഞ്ഞില്ലേ, നൈട്രജൻ കൂടിയ വളങ്ങളോ ചെയ്തു കൊടുക്കണം കേട്ടോ. ഇതാണ് ഒരു മാജിക് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു മാജിക് അല്ല. ഒരു ചെടിക്ക് N എന്തിനാണ്, P എന്തിനാണ്, K എന്തിനാണ് എന്ന് നന്നായി അറിഞ്ഞ ഒരാൾക്കും സ്വന്തമായിട്ട് ഏത് വളവും കൊടുക്കാം. അതിൻ്റെ പുറമെ ഗ്രീൻ കെയറിലൊക്കെ ഉപയോഗിക്കുന്ന പ്രത്യേകത അതിൽ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് കുറേ സാധനങ്ങളുള്ളത് കൊണ്ട് ചെടിക്ക് വേണ്ട സിങ്ക്, അയൺ, ബോറോൺ, കാഡ്മിയം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും ചെയ്യും. അപ്പം നമ്മളിത് അറിഞ്ഞ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ യൂട്യൂബിൽ ഒരാൾ പറയും ഒരു മാജിക് ഫെർട്ടിലൈസർ ഞാനത് സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി കൂട്ടി നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളത് ഇടും, പൂവുണ്ടാവും. അപ്പോൾ നിങ്ങളെ മനസ്സിലത് മാജിക് ഫെർട്ടിലൈസറാണ്. പക്ഷേ അത് എന്താണ് അതിൻ്റെ കണ്ടന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്തുകൂടെ? ഇത് രാസപരമായിട്ടുള്ള കാര്യമാണ്. ജൈവപരമായ രീതിയിൽ ഇത് ചെയ്യുന്നത് മറ്റൊരു അവസരത്തിൽ പറയാം. ഇപ്പോൾ ഇങ്ങനെ ഈ വളക്കൂട്ടുകൾ, പ്രത്യേകിച്ച് ഈ ഗ്രീൻ കെയർ അടക്കമുള്ള മാക്രോ ന്യൂട്രിയൻസ് എല്ലാം കൂടിയിട്ടുള്ള വളങ്ങളടക്കം കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ പൂവിൻ്റെ പെറ്റൽസ് നല്ലോണം വിടർന്ന് നിൽക്കും. അല്ലെങ്കിൽ പെറ്റൽസ് ഫുള്ള് വിരിയാതെ, ഇപ്പോൾ NPK മാത്രം 19-19 മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, 18-18 മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ പെറ്റൽസൊക്കെ നന്നായി വിരിഞ്ഞ് നല്ല ആരോഗ്യത്തോடு നിൽക്കും, അസുഖങ്ങളും കുറച്ച് കുറയും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ കളറില്ലേ, പെറ്റൽസിൻ്റെയൊക്കെ കളറ് അത് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ച് ഇതിൻ്റെ പെറ്റൽസിൻ്റെ കളറിലും മാറ്റങ്ങൾ വരും കണ്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഡീനിയം സ്റ്റേജുകളുടെ അടുത്തേക്ക് എല്ലാവരുടെ അടുത്തേക്കും നിങ്ങൾ ഷെയർ ചെയ്തോളൂ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് കൂടി അതിൽ പ്രതീക്ഷിക്കുന്നു. വളങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പലപ്പോഴും കോൾ എന്ന് പറയുന്നത് ഓരോന്നും എഴുതി അയക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. അതൊരു 4:30-ക്ക് ശേഷമുള്ള സമയമായ വളരെ നല്ലത്, നമ്മളെ കോളേജ് സമയം കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട്, നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.